രാഹു നമുക്ക് ദോഷങ്ങൾ മാത്രമാണോ അതോ ഗുണങ്ങളും ഉണ്ടാക്കുമോ? ആരാണോ നമ്മുടെ ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാഹു ശരിക്കും 3, 6 എന്ന ഭാവം, അതുപോലെ തന്നെ 10, 11 ഈ ഭാവങ്ങളിലൊക്കെ ഗ്രഹനിലയിൽ നിൽക്കുക നല്ല ഭാവമാണ്. അതുപോലെ തന്നെ അത് ശനിയുടെ കൂടെ നിൽക്കുക, അങ്ങനെ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ആംഗിളുകളിലൊക്കെ നിന്നിട്ട് അപ്പോൾ രാഹുവിന് പവർ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി, ഇപ്പം നമ്മൾ ഇച്ചിരി വീട്ടിൽ തന്നെ ഇച്ചിരി പല മക്കളുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ആങ്ങളെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി താന്തോന്നി ഉണ്ടാവും, അച്ഛനുണ്ടെങ്കിൽ ഇച്ചിരി അടങ്ങി നിൽക്കും. അതുപോലെ വ്യാഴം നോക്കുകയാണെങ്കിൽ ഇയാൾ നല്ല ഗുണമൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കും, ഞാൻ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ രാഹുവിനെ അച്ചടക്കത്തക്കാരനാക്കാനായിട്ട് ഒരു പരിധിവരെ വ്യാഴത്തിന് സാധിക്കും. ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം പിന്നെ നീചഗ്രഹമാണ്, അല്ലെങ്കിൽ അവനൊരു പ്രിൻസിപ്പിളൊന്നും ഇല്ലാത്ത ആളാണ്, ഒരു താന്തോന്നി ലുക്കാണ്. പക്ഷെ ചില താന്തോന്നികളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായവും എല്ലാം ചെയ്യുന്നത്. അതായത് ഏറ്റവും അച്ചടക്കവും ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നിയമങ്ങൾ വിട്ട് നമ്മളെ സഹായിക്കാൻ വരില്ല. ചിലപ്പോൾ ഒരു നിയമത്തിന് ചട്ടക്കൂടിൽ നിൽക്കണ നമുക്ക് അയാൾക്കറിയാം നമുക്കിത് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ഈ ഒരു സിഗ്നേച്ചർ കൊണ്ട് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുമായിരിക്കും. ആ രാഹുവിൻ്റെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളൊന്നും നോക്കില്ല, ഇയാളെ കുറേ നാളായി എനിക്ക് അറിയാം, ഇയാൾ നല്ല കുട്ടിയാണ്, ഇയാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കുള്ളൂ, എൻ്റെ റിസ്കിൽ ഞാൻ എന്തും ചെയ്തു തരും. അതാണ് രാഹു. അവിടെ കണ്ടീഷൻസിനേക്കാൾ സ്നേഹത്തിനോ അല്ലെങ്കിൽ ഒരു സാഹസികതയും ഒക്കെ കാണിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് തരും രാഹു. അതേസമയം നല്ലൊരു വ്യാഴാണെങ്കിൽ അങ്ങനെ ഒരാൾ വന്നിട്ട് അതെ എനിക്കിതൊന്നും ചെയ്തു തന്നെ, അയ്യോ മോളെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, കൊച്ചിൻ്റെ കണ്ടീഷൻസ് ഒക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെ, അതൊരു നിയമമല്ലല്ലോ, അങ്ങനെ പറയുന്ന ആളേക്കാൾ നമുക്ക് ആ സമയത്ത് ആരാണ് പ്രയോജനം ചെയ്തത്? തെമ്മാടിയായിട്ട് നിൽക്കുന്ന രാഹുവിനെ പോലെ നിൽക്കുന്ന ആളാണ്. മനസ്സിലായോ? വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു, അതുപോലെ തന്നെ നല്ല ശനിയുടെ വീട്ടിൽ നിൽക്കുന്ന രാഹു, അതായത് കുംഭത്തിൽ നിൽക്കുന്ന രാഹു, അതുപോലെ തന്നെ കർക്കിടകത്തിലെ രാഹു, ഇതൊക്കെ പ്രശ്നക്കാരല്ല. അവര് വലിയ ദോഷം ചെയ്യില്ല. നമ്മുടെ ഗ്രഹനില കർക്കിടകത്തിലോ കുംഭത്തിലോ ഒക്കെ നിൽക്കുന്നതാണ്. മീനത്തിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ലഗ്നാൽ 3-ലോ അല്ല ചന്ദ്രാൽ 3-ലോ 6-ലോ 10-ലോ 11-ലോ ഒക്കെയാണ് നിൽക്കുക. അത് നല്ല ഗ്രഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ വീക്ഷണത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള രാഹുവിന്റെ കാലം എന്ന് പറഞ്ഞാൽ നല്ല കാലമാണ്. കാരണം രാഹു ആ സമയത്ത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും, അസാമാന്യ ധൈര്യം തരും. ഇപ്പൊ പാടുന്ന ഒരാളാണെങ്കിൽ നല്ല പാട്ടുകൾ അപ്പോൾ കമ്പോസ് ചെയ്യുക, അവിടെ രാഗമോ താളമോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊന്നും അല്ലാതെ അയാൾ തെറ്റിച്ച് പാടും. പക്ഷെ ആ പാട്ടിന് ഒരുപാട് ആരാധകർ വരും. അങ്ങനെ അവിടെ ഭയങ്കര ഫേമസ് ആവുകയാണ്. അയാൾക്ക് ചിലപ്പോൾ പാട്ടിന്റെ ABCD ഈ പറയുന്ന ഇപ്പൊ ഇതിന്റെ രാഗങ്ങളോ താളങ്ങളോ ഒരുപാട് ഇല്ലേ, ഒരുപാട് ക്രമങ്ങളുണ്ട്, അതൊന്നും ഇയാൾ അറിയാതെ ഇയാൾ ഒരു പാട്ട് പാടും. അപ്പൊ ആ പാട്ട് വളരെ ഫേമസ് ആയി എല്ലാവരും, അതായത് ഏറ്റവും നല്ല പാട്ടുകാരൻ പോലും കൊള്ളാലോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അത്രയും അയാൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും ഹൈ പവറിലായി. അതാണ് ഈ രാഹുവിൻ്റെ സ്വാധീനമുള്ള, അതായത് നന്നായിട്ട് നിൽക്കുന്ന പവർഫുൾ ആയിട്ട് നിൽക്കുന്ന രാഹു ഉള്ളവരായിരിക്കും സൂപ്പർ സ്റ്റാറുകൾ. ഭൂരിഭാഗം അങ്ങനെ തന്നെയായിരിക്കും. അതായത് സാധാരണ സ്റ്റാർ അല്ല, അതുക്കും മേലെ നമ്മളിങ്ങനെ പറയല്ലേ, രജനീകാന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ, അങ്ങനത്തെ സ്റ്റാർഡം, അങ്ങനെയുള്ളവർക്ക് ഈ രാഹുവിൻ്റെ സ്വാധീനം ഉണ്ടാവും. കാരണം അങ്ങനെയുള്ളവരാണ്. പിന്നെ രാഹു എന്ന് പറയുന്നത് ഈ നിഴലാണ്, അല്ലാതെ അതിനൊരു ഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല, ഛായാഗ്രഹങ്ങളാണ് അവര്. അപ്പൊ അവർ ഈ നിഴലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഈ ഫിലിം, ഛായാഗ്രഹൻ അല്ലെ അഭിനേതാക്കള്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് നല്ല ടാലന്റ് വരും ആ സമയത്ത് ഇതിനൊക്കെ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.